ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നാം പ്രപഞ്ചത്തിന്റെ രാജാവായ ക്രിസ്തുവിന്റെ രാജത്വ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈ ക്രിസ്തുവിനെ കൂടുതൽ അറിയാൻ ആദിമ ക്രൈസ്തവർ സ്വീകരിച്ച രീതി നമ്മെയും ഒത്തിരി സഹായിക്കുമെന്ന് കരുതുന്നു. ക്രിസ്തുവിനെ കുറിച്ചുള്ള എല്ലാ അറിവുകൾക്കും അവർ തിരഞ്ഞിരുന്നത് വേദപുസ്തകത്തിലേക്കാണ്. പഴയ നിയമത്തിൽ നിന്ന് അവർ ക്രിസ്തുവിന്റെ വിവിധ പൂർവ്വരൂപങ്ങളും പ്രതീകങ്ങളും വ്യക്തികളെയും കണ്ടെത്തിയിരുന്നു. അതിൽ പ്രധാനിയാണ് ദാവീദ് രാജാവ്. അതെ, യേശു പുതിയ ദാവീദ് രാജാവാണ്. അതിനാലാണ് ഇന്നത്തെ ഒന്നാം വായന ദാവീദ് രാജാവിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഇവിടെ ഒളിഞ്ഞിടക്കുന്ന ചില കാര്യങ്ങളിലേക്ക് ഞാൻ ശ്രദ്ധ തിരിക്കുകയാണ്. ഒന്നാമതായി 12 ഗോത്രങ്ങളും ദാവീദിന്റെ അടുക്കൽ വരുന്നു എന്നതാണ്. നമുക്കറിയാം, ഇസ്രായേൽ ജനതയെ ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്ത് ഒരു ജനതയാക്കി ദൈവം കൊണ്ട് നടന്നത് മറ്റു ജനതകൾക്ക് ഒരു മാതൃക നൽകാനും അവരെ എല്ലാവരെയും രക്ഷിക്കാനുമായിരുന്നു. 12 ഗോത്രങ്ങളും ദാവീദിന്റെ അടുത്ത് വന്നു എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ജനതകളും ആത്യന്തികമായി ക്രിസ്തുവിലേക്ക് വരുമെന്ന് സൂചിപ്പിക്കുകയാണ്. നോക്കുക, യേശു തൻ്റെ പരസ്യ ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ എല്ലാ ജനതകളെയും ഉൾക്കൊള്ളുന്ന സഭയാകുന്ന പുതിയ ഇസ്രായേലിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുകയാണ്. ഭൂമിയിലുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും, സിംഹാസനങ്ങളും, ആധിപത്യങ്ങളും, ശക്തികളും, അധികാരങ്ങളും എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെ അവന് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് രണ്ടാമത്തെ വായന പറയുമ്പോൾ അർത്ഥമാക്കുന്നതും എല്ലാ ജനപഥങ്ങളും അവനിലേക്ക് എത്തും എന്ന് തന്നെയാണ്. രണ്ടാമതായി അവർ പറയുന്നത് ശ്രദ്ധിക്കുക, ഞങ്ങൾ നിന്റെ അസ്ഥിയും മാംസവുമാണ്. സമാനമായ സംസാരം നാം കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദത്തിനും ഹവ്വയ്ക്കുമിടയിലാണ്. എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും എൻ്റെ മാംസത്തിൻ്റെ മാംസവും എന്ന പ്രയോഗം ഉടമ്പടി ക്രമങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു പ്രകടമായ ഭാഷയായിരുന്നു. ഒരു ശാരീരിക ബന്ധത്തിൻ്റെ അംഗീകാരം മാത്രമല്ല, ഇപ്പോൾ മുതൽ 2 കക്ഷികളും തമ്മിൽ ഒരു കുടുംബ ബന്ധം നിലനിൽക്കുന്നുവെന്ന പ്രഖ്യാപനമായിരുന്നു അത്. അങ്ങനെയെങ്കിൽ ആദവും ഹവ്വയും വിവാഹ ഉടമ്പടിയിൽ ഏർപ്പെട്ടതുപോലെ ഇസ്രായേലും ദാവീദ് രാജാവും തമ്മിൽ ഒരു വൈവാഹിക ഉടമ്പടിയിൽ ഏർപ്പെടുകയാണ് എന്നർത്ഥം. ഈ വൈവാഹിക ബന്ധം വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. സുവിശേഷങ്ങളിൽ ക്രിസ്തുവിനെ മണവാളനായി പ്രതിപാദിക്കുന്നതും അവസാനം വെളിപാട് പുസ്തകത്തിൽ അത് കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നോടുകൂടി അവസാനിക്കുന്നതും ഇതിനോട് ചേർത്ത് വായിക്കണം. അങ്ങനെ നോക്കിയാൽ ക്രിസ്തു തൻ്റെ അന്ത്യത്താഴ വേളയിൽ ശരീരരക്തങ്ങൾ നൽകിക്കൊണ്ട് പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്നത് ഏറെ ശ്രദ്ധേയമാണ്. ആ വിവാഹ ഉടമ്പടിയുടെ പൂർത്തീകരണമാണ് കുരിശുമരണം. മണവറത്തോഴരിൽ നിന്ന് മണവാളൻ എടുക്കപ്പെടുന്ന ദിനമെന്ന് യേശു തൻ്റെ മരണത്തെ മുൻകൂട്ടി കണ്ട് പറഞ്ഞ ദിനം. അത് വിശദമായി ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഏതാനും കാര്യങ്ങൾ മാത്രം ഇവിടെ ചൂണ്ടിക്കാണിക്കാം. യഹൂദ പാരമ്പര്യത്തിൽ പുരുഷൻ വിവാഹത്തിൻ്റെ അന്ന് രാജാവിനെ പോലെ കിരീടം ധരിക്കുകയും പുരോഹിതനെ പോലെ വസ്ത്രം അണിയുകയും ചെയ്തിരുന്നു. യേശുവിനെ നോക്കുക, അവിടുത്തെ കളിയാക്കിക്കൊണ്ടാണെങ്കിലും പടയാളികൾ മുൾക്കിരീടം ചാർത്തുകയും ചുമന്ന മേലങ്കി ചാർത്തി രാജാവെ സ്വസ്തി എന്ന് പറയുകയും ചെയ്തതായി സുവിശേഷങ്ങളിൽ വായിക്കുന്നു. വീണ്ടും യഹൂദ പാരമ്പര്യവും ദൈവവചനവും അനുസരിച്ച് പുരോഹിത വസ്ത്രങ്ങൾ കീറാൻ പാടുള്ളതല്ല എന്നും നാം കാണുന്നു. യേശുവിൻ്റെ തയ്യൽ കൂടാതെ നെയ്തെടുത്ത മേലങ്കി കീറാൻ മടിച്ച് അതിനുവേണ്ടി പടയാളികൾ കുറിയിട്ടു എന്ന് സുവിശേഷം പറയുന്നു. അങ്ങനെയെങ്കിൽ ക്രിസ്തു രാജാവ് മാത്രമല്ല, പുരോഹിതനാണെന്നുകൂടി തെളിയുകയാണ് ഇവിടെ. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, പുതിയ ഇസ്രായേലായ സഭയിലെ ഓരോ അംഗങ്ങളും എന്ന നിലയിൽ നമ്മൾ ആത്യന്തികമായി ക്രിസ്തുവുമായി ഈ പുതിയ വിവാഹ ഉടമ്പടിയിലാണ്. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത തങ്ങളുടെ രാജാവായി ദാവീദിനെ അംഗീകരിച്ചതുപോലെ നമ്മളും ക്രിസ്തുവിനെ രാജാവായി അംഗീകരിച്ചിരിക്കുന്നു എന്നർത്ഥം. എന്തിനാണ് ഈ രാജാവിനെ നമ്മൾ അംഗീകരിക്കേണ്ടത്? മറ്റു രാജാക്കന്മാർ തങ്ങളുടെ ജനതകളുടെ കഷ്ടപ്പാടുകളിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിച്ചെങ്കിൽ യേശു അവ സ്വീകരിച്ച് നമ്മുടെ മനുഷ്യാവസ്ഥയുടെ ആഴങ്ങളിലേക്ക് പ്രവേശിച്ചു. എബ്രായ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു, നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ
പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. വീണ്ടും മറ്റു രാജാക്കന്മാർ തങ്ങളുടെ പദവി ഉയർത്താൻ ബഹുമതികൾ തേടിയപ്പോൾ യേശു കുറ്റവാളികൾക്കൊപ്പം ഭ്രഷ്ടനായി മരിക്കുന്നു. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായി സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല, തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് മനുഷ്യനായി എന്ന് ഫിലിപ്പിയർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. വീണ്ടും മറ്റു രാജാക്കന്മാർ വലിയ സിംഹാസനങ്ങളിൽ ഇരുന്നപ്പോൾ യേശുവിന്റെ സിംഹാസനം കുരിശായിരുന്നു. മറ്റു രാജാക്കന്മാർ ലോകത്തിൽ ലഭ്യമായ മുന്തിയ വീഞ്ഞും മറ്റ് ആഡംബര വസ്തുക്കളാലും വലയം ചെയ്യപ്പെടുമ്പോൾ, ആണികളുടെ വേദനയാൽ പുളയുമ്പോഴും യേശുവിന് ലഭ്യമാകുന്നത് വിനാഗിരിയായ പുളിച്ച വീഞ്ഞാണ്. മറ്റു രാജാക്കന്മാർ നല്ല വസ്ത്രങ്ങളും സ്വർണ്ണ കിരീടവും ധരിച്ചിരുന്നുവെങ്കിൽ യേശു നഗ്നനാക്കപ്പെടുകയും മുൾക്കിരീടം ധരിക്കുകയും ചെയ്തു. അതിനാൽ നമ്മുടെ മനുഷ്യാനുഭവങ്ങൾ, നമ്മുടെ വേദനകൾ നമ്മേക്കാൾ നന്നായി അറിയുന്ന ഒരു രാജാവാണ് നമ്മുടെ രാജാവ്. അവൻ വിജയിക്കാത്ത ഒരു കൂരിരുളും ഈ ലോകത്ത് നമ്മെ തേടിയെത്തില്ല. എന്നാൽ എല്ലാ വേദനകളുടെയും ഇരുളിൻ്റെയും മധ്യത്തിൽ അവൻ്റെ രാജ്യത്വം അംഗീകരിക്കാൻ നമുക്ക് സാധിക്കുമോ എന്നതാണ് നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളി. കുരിശിൻ ചുവട്ടിൽ നടന്നതിന് സമാനമായി ഇന്നും ഈ രാജാവിനെ മനസ്സിലാക്കാൻ കഴിയാത്തവർ ഏറെ പേരുണ്ട്. ക്രിസ്തുവിനെ പരിഹസിച്ച പ്രമാണികളെയും പടയാളികളെയും നമുക്ക് വിട്ടുകളയാം. കുരിശിൽ കിടന്ന രണ്ട് കള്ളന്മാരിലേക്ക് ശ്രദ്ധ തിരിക്കാം. ഇടതും വലതും കുരിശിൽ തറയ്ക്കപ്പെട്ട പാപികളാൽ ചുറ്റപ്പെട്ട ക്രിസ്തു സത്യത്തിൽ സഭയുടെ പ്രതീകമാണ്. അവരുടെ പ്രതികരണം ഏതൊരു വിശ്വാസിയും സ്വീകരിക്കുന്ന രണ്ട് നിലപാടുകളുടെ പ്രകടനമാണ്. ഒരുവനെ കഷ്ടപ്പാടുകളുടെ അനുഭവം കോപത്തിലേക്കും നൈരാശ്യത്തിലേക്കും യേശുവിനെ തിരസ്കരിക്കുന്നതിലേക്കും നയിക്കുന്നു. എന്നാൽ മറ്റൊരു കുറ്റവാളിയെ സംബന്ധിച്ചിടത്തോളം കഷ്ടപ്പാടുകളുടെ അനുഭവം തൻ്റെ കുറവ് തിരിച്ചറിയുന്നതിലേക്കും യേശുവിലുള്ള ആഴമായ വിശ്വാസത്തിലേക്കും വിശ്വാസ പ്രഘോഷണത്തിലേക്കും യേശുവിനോട് കരുണ ചോദിക്കുന്നതിലേക്കും നയിക്കുന്നു. ലോകത്ത് ഏതൊരു മനുഷ്യനും പ്രതിസന്ധികളുടെ മധ്യേ ഈ രണ്ട് ചോയ്സ് മാത്രമാണ് ഉള്ളത്. നമ്മുടെ തിരഞ്ഞെടുപ്പ് നമ്മെ ദൈവരാജ്യത്തിലേക്ക് ആനയിക്കുന്നതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഇടതും വലതും കുരിശിൽ തറയ്ക്കപ്പെട്ട പാപികളാൽ ചുറ്റപ്പെട്ട ക്രിസ്തു സഭയുടെ പ്രതീകമാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ അത് വെളിപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മളെല്ലാവരും ചേരുന്ന സഭ ഭൂമിയിൽ പാപികളുടെയും എല്ലാവരാലും വെറുക്കപ്പെടുന്ന മുറിവുകളുള്ള സഹിക്കുന്നവരുടെ കൂട്ടായ്മയാണത്. അതിൽ സ്വന്തം കുറവുകൾ അറിഞ്ഞ് പശ്ചാത്തപിക്കുകയും യേശുവിനോട് കരുണ തേടുകയും ചെയ്യുന്ന നല്ല കള്ളന്മാർ പർദീസയ്ക്ക് അർഹരാകുന്നു എന്നും. അതിനാൽ രോഗികളെ ശുശ്രൂഷിക്കുന്ന ഒരാശുപത്രി പോലെയാണ് സഭ. രോഗമുണ്ടെന്ന് തിരിച്ചറിയുകയും ഡോക്ടറെ വിശ്വസിക്കുകയും അവർ നിർദ്ദേശിക്കുന്ന മരുന്ന് കഴിക്കുകയും ചെയ്യുന്ന രോഗി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് പോലെയാണ് സ്വന്തം പാപം തിരിച്ചറിയുകയും യേശുവിനോട് കരുണ തേടുകയും ചെയ്യുന്നവൻ. അതിനാൽ ആശുപത്രിക്കുള്ളിൽ നോക്കിയാൽ രോഗികളെ മാത്രം കാണുന്നത് പോലെ സഭയിലും പാപികൾ മാത്രമേ ഉള്ളൂ. നമ്മെ ആകർഷിക്കുന്ന എന്തെങ്കിലും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. എന്നാൽ എല്ലാ കളിയാക്കലുകൾക്കിടയിലും അവരോടൊപ്പം കൂടി ക്രിസ്തുവിനെ പരീക്ഷിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യാത്ത നല്ല കള്ളനെ പോലെ സ്വന്തം കുറവുകൾ അറിഞ്ഞ് അവൻ്റെ രാജ്യത്തിലേക്ക്, ജീവനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.